നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ മെയ്തികളെ കുത്തിപ്പൊക്കി ആക്രമണത്തിന് പ്രേരിപ്പിച്ച വില്ലന്മാരിൽ ഒരാളെ കണ്ടെത്തി രാജ്യം. UK-യിലെ ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകനാണ് ഇതിനു പിന്നിൽ എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. തുടർച്ചയായി സോഷ്യൽ മീഡിയയിലൂടെ മെയ്തി വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയും അവരുടെ സംസ്കാരവും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് അവരെ ഇന്ത്യൻ സേനയെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഈ പ്രൊഫസറെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ലുക്കൌട്ട് നോട്ടീസ് അടക്കം സർക്കാർ പുറത്തിറക്കി. ഇംഫാൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ പരാതി നൽകപ്പെട്ടിരിക്കുന്നത്. ഉദയ് റെഡ്ഡി എന്നാണ് പ്രൊഫസറുടെ പേര്. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളാണോ മതപരിവർത്തന ലോബികളാണോ NGO-കളാണോ ഇയാൾക്ക് പിന്നിൽ എന്ന് അറിവായിട്ടില്ല. ഇയാൾ കാനഡയിൽ ഖാലിസ്ഥാൻവാദികളെയും ഇന്ത്യക്കെതിരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനമായതിനാൽ ഇയാൾക്കെതിരെ UAPA ആണ് ചുമത്തിയിരിക്കുന്നത്. ഇയാളുടെ അനുയായികളും ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ ഗോത്രവിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു. കുക്കികളും മെയ്തികളും തമ്മിൽ ദശകങ്ങളായി നടന്നുവരുന്ന ഗോത്ര സംഘർഷത്തെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കരിതേച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. കേരളത്തിലടക്കം പലരും മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി BJP-യെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന വ്യാഖ്യാനമാണ് ഇവിടെ ഇടത് വലത് നേതാക്കൾ പരക്കെ പ്രചരിപ്പിച്ചത്. എന്നാൽ മണിപ്പൂരിൽ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ വാദങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് അധ്യാപകൻ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു കലാപത്തിൽ ഉൾപ്പെടുക എന്നതിനർത്ഥം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ജോർജ് സോറോസ് അടക്കമുള്ളവർ ഇന്ത്യയിൽ മോദി സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തി എന്നത് പരസ്യമായ രഹസ്യമാണിപ്പോൾ. ഇത് രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണ് എന്ന് ഇപ്പോൾ വ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന വസ്തുതയാണ്. എന്നാൽ ഇന്ത്യയിൽ അധികാരം പിടിക്കുവാൻ വേണ്ടി രാജ്യത്ത് വർഗീയ കലാപം പോലും ഉണ്ടാക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മടിക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പൗരന്റെ പങ്ക് പുറത്തു വന്നതോടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.